ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എം സുകുമാരന്റെ അയൽ രാജാവ് എന്ന ഒരു കഥയാണ്. എം സുകുമാരൻ മലയാള കഥാലോകത്തിലെ ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യമായിരുന്നു. 1943 പാലക്കാട് ചിറ്റൂര് താലൂക്കില് ജനിച്ച എം സുകുമാരൻ ഇടതുപക്ഷ പ്രവർത്തകനായിരുന്നു. 1963 ഗവൺമെന്റ് സർവീസില് ഒരു ജോലി ലഭിച്ചെങ്കിലും 1974 ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു എന്ന കാരണത്താൽ സർക്കാർ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയായിരുന്നു. തന്റെ എഴുത്തിലൂടെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലെ അനീതികൾക്കെതിരെ ശക്തമായ വിമർശനം കുറിച്ചുവെച്ച വ്യക്തിയായിരുന്നു എം സുകുമാരൻ. കഥാലോകം അല്ലെങ്കിൽ കഥയെഴുത്ത് അല്ലെങ്കിൽ സാഹിത്യ സൃഷ്ടി അദ്ദേഹത്തിന് ഒരു വിമർശനത്തിന്റെ മാധ്യമമായിരുന്നു. അദ്ദേഹത്തിന്റെ ശേഷക്രിയ എന്ന 1981 അദ്ദേഹം എഴുതിയ ഒരു നോവലാണ് ശേഷക്രിയ. ഇത് ശക്തമായ രാഷ്ട്രീയ വിമർശനമാണ്. ജീർണിച്ച ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതി എങ്ങനെയാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുക, അതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള ഉപകാരങ്ങളും ജനങ്ങൾക്ക് ഉണ്ടാവുകയില്ല എന്ന ശക്തമായിട്ടുള്ള ഒരു ഭാഷ്യമായിരുന്നു അദ്ദേഹം ശേഷക്രിയയിലൂടെ കുറിച്ചു വെച്ചത്. അതിന് മികച്ച കഥയ്ക്കുള്ള ചലച്ചിത്ര അവാർഡ് 1981 ശേഷക്രിയയ്ക്ക് ലഭിക്കുകയുണ്ടായി. 95 കഴകത്തിനും അവാർഡ് ലഭിച്ചു. 2006 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന്റെ ചുവന്ന ചിഹ്നങ്ങൾ എന്ന കഥാസമാഹാരത്തിന് ലഭിച്ചു. ഒരു രാഷ്ട്രീയ മേഖലയില് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിന്റെ കഥാകാരനായിരുന്നു ഇദ്ദേഹം എന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് പഠിക്കാനുള്ള അയൽ രാജാവ് എന്ന കഥ ഈ ഒരു രാഷ്ട്രീയ മേഖലയിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ വായിക്കേണ്ടത്. വളരെ ദീർഘമായ ഒരു കഥയാണിത്. ഏകദേശം 10-16 പേജോളം ഒരു കഥ നീളുന്നുണ്ട്. ഈ കഥയിലൂടെ സുകുമാരൻ അവതരിപ്പിക്കുന്നത് ശേഷക്രിയ എന്ന് പറയുന്ന നോവലിന് തുല്യമായിട്ടുള്ള ഒരു സാമൂഹിക ജീർണതയെക്കുറിച്ച്, ഒരു രാഷ്ട്രീയ ജീർണതയെക്കുറിച്ച് പറയാൻ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഇതില് കഥാസംഗ്രഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കഥയില് പ്രധാന നായകൻ, കഥാസ്ഥാനത്ത് കഥയിലെ നായകൻ എന്നുള്ള ആ പ്രഖ്യാപനത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ലെങ്കിലും കഥയിലെ പ്രധാന കഥാപാത്രം ഉമാപതി എന്ന് പറയുന്ന കഥാപാത്രമാണ്. ഉമാപതി എന്ന വാക്കിന് യഥാർത്ഥത്തിലെ ഒരു അർത്ഥം പറയുകയാണെങ്കിൽ മലയാളത്തിൽ അത് ശിവൻ എന്നാണ് അർത്ഥം പറയേണ്ടത്. പാർവതിയുടെ പതി, ഭർത്താവ് എന്ന അർത്ഥത്തിൽ ശിവൻ. അദ്ദേഹം സംഹാരത്തിന്റെ ഒരു ദേവൻ കൂടിയായിരുന്നു. അപ്പം ആ കഥാപാത്രത്തിന്റെ പേരിന് കഥയുമായിട്ട് എന്തെങ്കിലും ഒരു പൗരാണിക ബന്ധമുണ്ടോ എന്നും നമ്മൾ പിന്നീട് നമുക്ക് ആലോചിക്കാം. ഏതായാലും കഥാപാത്രത്തിന്റെ പേര് ഉമാപതി എന്നാണ്. കഥയുടെ സംഗ്രഹം നമുക്ക് ഒന്ന് പറഞ്ഞു നോക്കാം. ശക്തനായ ഭ്രാന്തനെ കൈകാലികളിൽ ചങ്ങലക്കിട്ട് നിർത്തുന്നത് പോലെ ഉമാപതിയെ രാജഭടന്മാർ രാജസദസ്സിനു മുമ്പിൽ ചങ്ങലയണിഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മുമ്പിൽ ദീർഘമായ വിധിന്യായം വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഉമാവതിയുടെ മുഖം ഗാംഭീര്യം നിറഞ്ഞതും ശരീരം പാറകഷ്ണങ്ങൾ പോലെ മുഴച്ചു നിൽക്കുന്ന മാംസപേശികളോട് കൂടിയതുമാണ്. അത് കണ്ടിട്ടാവണം ജനങ്ങളുടെ മുഖത്ത് അമർഷമുണർന്നത്. അവസാനമായി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നാണ് രാജാവ് ചോദിക്കുന്നത്. അപ്പോൾ രാജാവിന്റെ മുഖത്തേക്ക് കാക്കിച്ചു തുപ്പാനാണ് ഉമാവതി ആഗ്രഹിക്കുന്നത്. പക്ഷെ രാജാവ് വളരെ ദൂരത്തായതുകൊണ്ട് ആ ശ്രമം വിഫലമാവും എന്നതുകൊണ്ട് അദ്ദേഹം അത് ചെയ്യുന്നില്ല. ജനവഞ്ചകനായ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ വിധിന്യായം വായിക്കുകയാണ്, കുറ്റപത്രം വായിക്കുകയാണ്. ജനവഞ്ചകരായ നിങ്ങൾക്ക് മാത്രം ഗുണം കിട്ടുന്ന നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നിയമങ്ങളെ താൻ പുല്ലായി കാണുന്നുവെന്നും നിങ്ങൾക്ക് എന്റെ ശരീരത്തെ മാത്രമേ ബന്ധിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നും മനസ്സിപ്പോഴും സ്വതന്ത്രമാണെന്നും തന്റെ ചിന്താശക്തിയെയും ആവേശത്തെയും ആദർശധീരതയെയും നശിപ്പിക്കാൻ
നിങ്ങൾക്കൊരിക്കലും കഴിയുകയില്ല എന്നും ഉമാവതി പറയുമ്പോൾ രാജാവ് അമർഷം കൊണ്ട് നീറുന്നുണ്ട്. മരണത്തിനപ്പുറമുള്ള ഒരു ശിക്ഷയിൽ നിങ്ങൾക്ക് എനിക്ക് വിധിക്കാനാവില്ല എന്ന വിധിന്യായം കേട്ട ഉമാവതി തിരിച്ചടിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് കുറ്റം വിധിക്കാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ സദസ്സും ഈ വിധിന്യായവും ഞാൻ പുച്ഛിച്ചു തള്ളുന്നു എന്നാണ് ഉമാവതി പറയുന്നത്. ഉമാവതി എന്ന് പറയുന്ന ഈ കഥാപാത്രം യഥാർത്ഥത്തിൽ എം സുകുമാരന്റെ രാഷ്ട്രീയ ബോധമാണ്. അദ്ദേഹം അക്കാലത്തെ ജനങ്ങളുടെ മുകളിലേക്ക് ഭരണാധിവർഗം അടിച്ച് അമർത്തുന്ന അല്ലെങ്കിൽ ജനാധിപത്യ ബോധത്തിലേക്ക് ഭരണാധിവർഗം അല്ലെങ്കിൽ മുതലാളിത്തം അടിച്ചേൽപ്പിക്കുന്ന എല്ലാ കൈവിലങ്ങുകൾക്കെതിരെയുമാണ് അദ്ദേഹത്തിന്റെ പ്രതിഷേധം. രാജാവിന്റെ ചോറുണ്ണുന്ന കൂറ് വെളിപ്പെടുത്തി സദസ്സിലുള്ളവർ ഉമാവതിക്ക് നൽകേണ്ട മരണത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു. അവിടെയുള്ള ജനങ്ങൾ തൽക്കാലത്തിൽ മുതലാളിത്തത്തെ അനുകൂലിക്കുന്ന ആളുകളാണ്. അവരെല്ലാം പലതരത്തിലുള്ള ശിക്ഷാവിധികളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഒരാൾ പറയുന്നത് മരിക്കുന്നത് വരെ തൂക്കിലേറ്റണമെന്നാണ്. മറ്റൊരാൾ പറയുന്നത് ശവശരീരം പക്ഷിമൃഗാദികൾക്ക് ഭക്ഷിക്കാൻ വേണ്ടി മുറിച്ചു കൊടുക്കണം എന്നാണ് അഭിപ്രായപ്പെടുന്നത്. വേറൊരാൾ പറയുന്നത് ശരീരം മുറിച്ചിട്ട് അവിടെ ഇഞ്ചിഞ്ചായി വേദനപ്പെടുത്തി അവിടെ മുളകരച്ച് കൊടുത്ത് ഹിംസ്രമുഖങ്ങളുടെ കൂട്ടിലേക്ക് എറിഞ്ഞു കൊടുക്കണമെന്നാണ്. മറ്റൊരാൾ പറയുന്നു നദിയിൽ കൈകാൽ കെട്ടി മുക്കിക്കൊല്ലുകയാണ് വേണ്ടത് എന്ന് മറ്റൊരാൾ അഭിപ്രായപ്പെടുന്നു. കാളകൂട വിഷം ചുണ്ടിലൊളിപ്പിച്ച് രാജാവ് ക്ഷോഭിക്കരുതെന്ന് സദസ്സിനെ ഉപദേശിക്കുകയും ശാശ്വത മോചനത്തിനായി ഇവൻ മരണത്തെ കാണുന്നത് കൊണ്ട് ഇവനെ കൊല്ലരുതെന്നും പറയുന്നു. ഒരു മരണം എന്ന് പറയുന്നത് ഇവന് കിട്ടുന്ന ചെറിയ ശിക്ഷയാണെന്നാണ് രാജാവ് പറയുന്നത്. അതുകൊണ്ട് മരണത്തിലേക്ക് ഇവനെ വിട്ടുകൊടുക്കാൻ താൻ തയ്യാറല്ലെന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് നമുക്ക് ബന്ധിക്കാൻ കഴിയാത്ത ചിന്താമണ്ഡലവുമായി ഇവൻ ജീവിക്കണമെന്നും ചിന്താഗഹ്വരങ്ങളിൽപ്പെട്ട് പോംവഴിയില്ലാതെ ശ്വാസം മുട്ടി മരിക്കണമെന്നും രാജാവ് വിധിച്ചു. അതുകൊണ്ട് അവനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നാ പറയുന്നത്. മരണം കൊടുക്കുന്നതായാൽ ഉമാവതിക്ക് അതൊരു എളുപ്പം ആയിട്ടുള്ള ഒരു ശിക്ഷാവിധിയായി പോകും എന്ന് രാജാവ് പറയുന്നു. അദ്ദേഹത്തിന് മരണത്തിന് വിട്ടുകൊടുക്കും, മറിച്ച് ശ്വാസം മുട്ടിക്കൊണ്ട് അദ്ദേഹം ജീവിക്കണം എന്നാണ് പറയുന്നത്. രാജാവ് ഉമാപതിയുടെ രാജ്യദ്രോഹ കുറ്റങ്ങളുടെ പട്ടിക നിരത്തി വെച്ചു. അദ്ദേഹം ചെയ്ത കുറ്റങ്ങൾ: രാജ്യത്തിന്റെ ഭദ്രതയെയും അഖണ്ഡതയെയും തുരങ്കം വെച്ച് കരിങ്കല്ലിൽ കവിതകൾ സൃഷ്ടിക്കുന്ന ഇവൻ ഉണർന്നിരിക്കുന്ന സമയത്തിന്റെ ഏകദേശം മുഴുവൻ ഭാഗവും എത്രയോ അകലെയുള്ള ഒരു അയൽ രാജാവിന്റെ സാമ്രാജ്യത്തിലെ സമ്പൽ സമൃദ്ധിയെക്കുറിച്ചും പിന്നെ സാംസ്കാരിക ജീവിതത്തിന്റെ മഹത്വത്തെക്കുറിച്ചും സംസാരിച്ചു മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അപരാധമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ എന്താണ്? രാജ്യദ്രോഹങ്ങളുടെ പട്ടിക അദ്ദേഹം നിരത്തി വെച്ചു. ഏറ്റവും വലുത് എന്താണ്? ഇദ്ദേഹം ജനങ്ങളുടെ ബോധത്തെ ഉണർത്തുന്ന മട്ടിൽ കവിതകൾ എഴുതി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു തെറ്റായിട്ട് കണക്കാക്കുന്നത്. മാത്രമല്ല, വരാൻ പോകുന്ന ഏതോ ഒരു സുവർണ കാലമുണ്ട് എന്നും നമുക്ക് ഒരു അയൽ രാജാവുണ്ട് എന്നും ആ രാജാവിന്റെ സമ്പൽ സമൃദ്ധമായ ഭരണമാണ് ഇനി വരേണ്ടതെന്നും ഇദ്ദേഹം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് മറ്റൊരു കാര്യം പറയുന്നത്. അങ്ങനെ ജനങ്ങൾക്ക് വരാൻ പോകുന്ന പ്രത്യാശയുടെ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വരാൻ പോകുന്ന സമ്പൽ സമൃദ്ധമായ രാജ്യം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാജ്യമാണ്. അതായിരുന്നു എം സുകുമാരന്റെ ഏറ്റവും വലിയ സ്വപ്നവും. പിന്നീട് അതിന് ചില പാളിച്ചകളും ചില ജീർണതകളും വന്നുപോയി. അതിന് ഈ കഥയുടെ അവസാനത്തിൽ നമുക്കത് കാണാൻ കഴിയും. അപ്പം ബോധമണ്ഡലത്തിലെ ചിന്താപ്രവാഹം ഇവന്റെ കഥാപാത്രങ്ങളിലാണ് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത് എന്ന് മറ്റൊരു കുറ്റവും അദ്ദേഹം പറയുന്നു. ജനങ്ങളുടെ ബോധമണ്ഡലത്തെ സ്വാധീനിച്ചു. എഴുത്തുകാരന്റെ സ്വാധീനത്തിൽപ്പെട്ട് ജനങ്ങൾ വഴിതെറ്റിപ്പോയി എന്നാണ്. തന്റെ ആദർശ ലോകത്തു നിന്ന് കവികളെ നിഷ്കാസനം ചെയ്ത തത്വചിന്തകനായിരുന്നു പ്ലാറ്റോ. അദ്ദേഹം പറയുന്നതായിരുന്നു, കവികൾ ആളുകളെ മടിയന്മാരാക്കി തീർത്തു, അതുകൊണ്ട്
കവിത തന്റെ ആദർശ ലോകത്ത് നിന്ന് അദ്ദേഹം കവികളെ ആട്ടി ഓടിച്ച് ഇരുന്നു. അത് അവിടെ നിൽക്കട്ടെ, സൈദ്ധാന്തികമായ ഒരു കാഴ്ചപ്പാടാണ്. അതേപോലെ തന്നെ വരാൻ പോകുന്ന സാഹിത്യം ജനങ്ങളുടെ ചിന്താമണ്ഡലത്തെ സ്വാധീനിക്കുന്നു. സാഹിത്യത്തിന്റെ ഈ സ്വാധീനമാണ് ഇവിടെ ഉമാപതി എന്ന് പറയുന്ന എഴുത്തുകാരൻ നടത്തിയ ഏറ്റവും വലിയ പാതകം എന്ന് രാജാവ് ഭരണാധിവർഗം എന്ത് ചെയ്തു? അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി എന്നുണ്ടാക്കിയ മറ്റൊരു കുറ്റമായിട്ട് പറയുന്നത്, ഇവൻ കൊത്തിയുണ്ടാക്കിയ വിഗ്രഹങ്ങൾക്ക് അയൽ രാജാവിന്റെ രൂപവുമായി സാദൃശ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ തന്റെ ആദർശം വരാൻ പോകുന്ന തൊഴിലാളി വർഗത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള, തൊഴിലാളി വർഗത്തെ മാനിക്കുന്നതായിട്ടുള്ള ഒരു ഭരണകൂട വ്യവസ്ഥിതിയായിരുന്നു ഈ ഉമാവതി എന്ന് പറയുന്ന എഴുത്തുകാരൻ സ്വപ്നം കണ്ടത്. അതും രാജാവിന്റെ സ്വേച്ഛാധിപത്യ പ്രവണതകൾക്ക് തടസ്സം നിന്നു. അതുകൊണ്ടുകൂടി ഇദ്ദേഹം വധിക്കപ്പെടണം അല്ലെങ്കിൽ നാട് കടത്തപ്പെടണം എന്നാണ് രാജാവ് പ്രഖ്യാപിക്കുന്നത്. നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും ഉമാപതി എന്ന് പറയുന്ന ജനദ്രോഹിക്ക് അത് മതിപ്പുള്ളതായിട്ട് തീരുന്നില്ല എന്നതാണ് രാജാവിന്റെ മറ്റൊരു പരാതി. നാം ഇവിടെ നാം എന്തൊക്കെ എത്ര ജനോപകാരപ്രദങ്ങളായ നല്ല കാര്യങ്ങളാണെങ്കിലും വില കുറഞ്ഞ ജനപ്രീതി നേടിയെടുക്കാനോ സ്വാർത്ഥ താല്പര്യത്തെ മുൻനിർത്തിയോ ആണെന്ന് ഇവൻ വിശ്വസിപ്പിക്കുന്നു. അതാണ്. അപ്പോൾ സ്വാർത്ഥ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ പുരോഗതിയും എന്ന് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഈ എഴുത്തുകാരനായ ഉമാപതി ശ്രമിക്കുന്നത്. അതും അദ്ദേഹത്തിന്റെ ഒരു കുറ്റമാണ്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇവിടെ മനുഷ്യൻ പട്ടിണി കിടന്ന് പട്ടികളെ പോലെ മരിക്കുന്നു എന്നിവൻ പറഞ്ഞു വരുത്തുന്നു. മുതലാളിത്ത വർഗത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ സാധാരണക്കാരന് ഒരു നായയുടെ വില പോലും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അല്ലാത്തവൻ ജീവിക്കും. സാധാരണക്കാരൻ എന്നും സാധാരണക്കാരനായി നിൽക്കുന്നു എന്നുള്ളതാണ് മുതലാളിത്തത്തിന്റെ ഏറ്റവും ദുഷിച്ച ഒരു പ്രവണത. അതിനെതിരെയായിരുന്നു ഉമാപതി എന്ന എഴുത്തുകാരൻ പ്രവർത്തിച്ചത്. അതുകൊണ്ട് പട്ടിണി കിടന്നാലും ഇല്ലെങ്കിലും ഒരിക്കൽ മനുഷ്യൻ മരിക്കും. പിന്നെ എന്തുകൊണ്ട് പട്ടിണി കിടന്നുകൂടാ എന്നാണ് രാജാവ് ചോദിക്കുന്നത്. ഈ കുറ്റങ്ങൾ ചെയ്ത ഇവനെ ശിക്ഷിക്കാതെ വിട്ടാൽ ഒരു രാജാവ് എന്ന നിലയിൽ ഞാൻ ജനങ്ങളോട് ചെയ്യുന്ന തെറ്റാണ് എന്ന രാജാവ് പ്രഖ്യാപിക്കുന്നു. അപ്പം ഇത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ഉമാപതിക്ക് മുകളില് രാജാവ് നിരത്തുന്ന കുറ്റങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ്. അദ്ദേഹം കവിത എഴുതി ജനങ്ങളുടെ ബോധമണ്ഡലത്തെ എന്ത് ചെയ്തു? വഴിതിരിച്ചു വിട്ടു. പിന്നെ അദ്ദേഹം അയൽ രാജാവിന്റെ സമ്പൽ സമൃദ്ധമായ ഭരണത്തെക്കുറിച്ചാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അദ്ദേഹം നിർമ്മിച്ച പ്രതിമയ്ക്കൊക്കെ അയൽ രാജാവിന്റെ ഒരു രൂപസാദൃശ്യമുണ്ടായിരുന്നു. പിന്നെന്താണ്, ഇവിടെ ചെയ്യുന്ന നല്ല കാര്യങ്ങളെല്ലാം അദ്ദേഹം മോശം കാര്യമാണ് എന്നാണ് പറയുന്നത്. കാരണം സ്വന്തം സുഖത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാ പരിഷ്കാരങ്ങളും നടത്തുന്നതെന്നാണ് ഇദ്ദേഹം പറഞ്ഞു വരുത്തുന്നത്. മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ എന്തായിരുന്നു, ഇവിടെ മനുഷ്യൻ പട്ടിണി കിടന്ന് മരിക്കുന്നുണ്ട്, അത് രാജ്യവും അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യൻ എന്തായാലും ഒരിക്കൽ മരിക്കും, പിന്നെ ഇന്ന് മരിച്ചാൽ എന്താണ് എന്നാണ് ആ രാജാവിന്റെ ചോദ്യം. അപ്പോ ഒരു രാജാവ് എന്ന നിലയിൽ ഇവനെ ശിക്ഷിക്കാതെ വിടുന്നത് ഏറ്റവും വലിയ, ജനങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണെന്നാണ് രാജാവ് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് പ്രഖ്യാപിക്കുന്നത്. രാജാവ് പിന്നീട് ഉമാവതിയുടെ ഭാര്യ ഉമാദേവിയും രേണു എന്ന മകളും, ഉമാപതിയുടെ ഭാര്യയുടെ പേരാണ് ഉമാദേവി, ഉമാപതിയും ഉമാദേവിയും മകൾ രേണു, പിന്നെ വേണു എന്ന മകനും, അവരും ചെയ്തു രാജ്യദ്രോഹ കുറ്റങ്ങളെ കുറിച്ച് എണ്ണി പറയുന്നു. 4 പേര്, ഒരു കുടുംബത്തെയാണ് ഇവിടെ കുറ്റത്തിന് ഇരയാക്കുന്നത്, ശിക്ഷയ്ക്കിരയാക്കുന്നത്. വേണു എന്താണ് തെറ്റ് ചെയ്തത് എന്ന് പറയുന്നു. വേണു കഠിനാധ്വാനം ചെയ്ത് കുലധർമ്മമായി കരുതി പിന്നെ ആഹോരാത്രം പണിയെടുക്കുന്ന രാജസേവകർക്ക് രാത്രിയിൽ രഹസ്യോപദേശം നൽകി രാജാവിനെതിരെ പ്രവർത്തിക്കാൻ അവരെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് എന്ത് ചെയ്തത്? വേണു ചെയ്ത കുറ്റം. വേണു കഠിനാധ്വാനം തന്റെ കുലധർമ്മമായി കരുതി രാജാവിനെതിരെ രാജാവിന്റെ സേവകന്മാരെ പറഞ്ഞു ബോധ്യപ്പെടുത്തി കളഞ്ഞു എന്നുള്ളതാണ് വേണു ചെയ്ത കൊടും കുറ്റമായിട്ട് രാജാവ് കണക്കാക്കുന്നത്. പിന്നെ തന്റെ രാജ്യത്തിലെ എല്ലാ കന്യകമാർക്കും വിവാഹത്തിനു മുമ്പ് ഒരു രാജസന്തതിയെ വീതമെങ്കിലും നൽകുകയെന്ന ഉദ്ദേശത്തോടെ ഋതുമതികളായ കന്യകമാർ ആഴ്ചയിലൊരിക്കൽ രാജാവിന്റെ കൂടെയും പിന്നീടുള്ള 3 മാസം മന്ത്രി സേനാധിപന്മാരുടെ കൂടെയും സഹശയനം ചെയ്യണമെന്നുള്ള തീരുമാനം ഐക്യകണ്ഠേന അംഗീകരിച്ചതാണ്.
ഈ രാജ്യം മന്ദബുദ്ധികളുടേതാണ്. രാജകലയുള്ള മക്കളുണ്ടായാൽ ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും ഐശ്വര്യസമൃദ്ധമായ ഒരു സാമ്രാജ്യം അനധിവിദൂര ഭാവിയിൽ കെട്ടിപ്പടുക്കാനും കഴിയും. ഈ തീരുമാനത്തെ വെല്ലുവിളിക്കാൻ പുഴക്കടവിലും ക്ഷേത്രനടയിലും ഉരൽപ്പുരയിലും കാറ്റുപോലെ അദൃശ്യമായ പ്രവർത്തനം നടത്തി രാജ്യസഭയ്ക്കെതിരെ കന്യകമാരുടെ മനസ്സിൽ രോഷമാളിക്കത്തിക്കാൻ ഉമാപതിയുടെ പുത്രി ഓടി നടക്കുകയായിരുന്നു. അതാണ് അവൾ ചെയ്ത തെറ്റ്. കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? രാജാവിന്റെ ഗുണങ്ങളുള്ള പുത്രി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നാട്ടിലെ എല്ലാ കന്യകമാരും ഒരു ദിവസം രാജാവിന്റെ കൂടെയും പിറ്റേ ദിവസം മന്ത്രിമാരുടെ കൂടെയും മറ്റു ഉദ്യോഗസ്ഥന്മാരുടെ കൂടെയും സഹശയനം ഒന്നിച്ച് ഒരു രാത്രി പങ്കിടണം എന്നുള്ള നിയമം ജനങ്ങൾക്ക് ഉപകാരത്തിന് വേണ്ടിയിട്ട്, ഞങ്ങൾക്കല്ല, ജനങ്ങൾക്ക് ഉപകാരത്തിന് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയ നിയമമായിരുന്നു. എന്ന് പറഞ്ഞാൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള നിയമങ്ങളായിരുന്നു രാജ്യത്തുണ്ടായിരുന്നത്. പക്ഷെ രാജാവ് പറയുന്നത് എന്താണ്? ജനങ്ങൾക്ക്, അവിടെയുള്ള കന്യകമാർക്ക് രാജകീയ മുദ്രയുള്ള കുഞ്ഞുങ്ങളെ ലഭിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്ന പരിഷ്കാരമായിരുന്നു ഇത്. ഇതിനെതിരെ ഉമാപതിയുടെ മകൾ രേണു അദൃശ്യമായ പ്രവർത്തനം നടത്തിവെച്ചു. അതും ശക്തമായിട്ടുള്ള ഒരു കുറ്റം തന്നെയാണ് എന്നാ പറയുന്നത്. അങ്ങനെ തന്റെ ശ്രദ്ധയിൽ അത് പെട്ടത് കൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെട്ടത് എന്നും രാജാവ് അവിടെ ഓർക്കുന്നുണ്ട്. ഇനി ഉമാപതിയുടെ ഭാര്യ ഉമാദേവിയാവട്ടെ എന്റെ ജാമാതാവിന്റെ സാമ്രാജ്യത്തിൽ നിന്നും ഷഡ്യബ്ദപൂർത്തിക്ക് സമാനമായി ലഭിച്ച ഊക്കൻ യന്ത്രോപകരണങ്ങൾ വഴി ഉത്പാദനം ഇരട്ടിയാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇനിയോ ഉമാദേവിയാവട്ടെ തന്റെ ജാമാതാവിന്റെ എന്ന് പറഞ്ഞാൽ അന്യ രാജ്യങ്ങളിലുള്ള കാർഷിക വൃത്തിക്ക് ആവശ്യമായിട്ടുള്ള യന്ത്രോപകരണങ്ങൾ തന്റെ രാജ്യത്ത് കൊണ്ടുവന്ന അവിടെയുള്ള കാർഷിക വ്യവസായത്തിൽ മണ്ണിൽ പണിയെടുക്കാനുള്ള യന്ത്രങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഉമാദേവി ചെയ്ത കുറ്റം. അങ്ങനെ എല്ലാ മേഖലയിലും രാജാവ് കുറ്റം കാണുകയാണ്. അപ്പൊ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഒരു രാജ്യത്തെ ഭരണാധികാരി ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ആണ് ഉമാവതിയും ഭാര്യയും മകളും കൂടി ചെയ്തത്. പക്ഷെ രാജാവ് പ്രതിനിധീകരിക്കുന്ന ഒരു ഭരണ സംവിധാനം എന്നുള്ളത് എന്താണ്? സ്വേച്ഛാധിപത്യ പ്രവണതകളുടെ അല്ലെങ്കിൽ മുതലാളിത്ത വ്യവസ്ഥിതിയുടേതാണ്. ആ മുതലാളിത്ത വ്യവസ്ഥിതിക്കെതിരെ മാർക്സിസം നടത്തിയ പോരാട്ടവും അതിനെ ആദ്യകാലത്ത് വിശ്വസിക്കാത്ത ജനങ്ങൾ പിന്നീട് അതിനെ വിശ്വസിച്ചു എന്നും, പക്ഷേ പിന്നീട് വിശ്വസിച്ച ജനങ്ങളുടെ മുഴുവൻ സ്വപ്നങ്ങളെയും സാക്ഷാത്കരിക്കാനോ അതിനെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാനോ കഴിയാൻ ആ പ്രസ്ഥാനത്തിന് കഴിയാതെ വന്നപ്പോൾ അതിന്റെ ജീർണത കാണേണ്ടി വന്നു ലോകം എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയാണ്. അതില് ഈ യന്ത്രങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്, ഇത്തരം യന്ത്രങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ ഈ യന്ത്രങ്ങളുടെ പ്രവർത്തനം മൂലം ജനങ്ങൾക്ക് ജോലി നഷ്ടമാകും എന്നാണ്. ഈ ഒരു കാര്യം പണ്ട് കമ്പ്യൂട്ടർ ആദ്യമായിട്ട് കേരളത്തിലേക്ക് കടന്നു വന്ന അവസരത്തില് നമ്മൾ പുരോഗമന പ്രസ്ഥാനത്തിന്റെ വക്താക്കളായിട്ടുള്ള പലരും അന്ന് അല്ലെങ്കിൽ വളരെ വിപ്ലവകരമായ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന പലരും അത് ജനങ്ങൾക്ക് എതിരാണ്, യന്ത്രങ്ങൾ നാട് കടത്തണം, ജനങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു പോകും, ഇത് നമ്മുടെ ജീവിതത്തെ താറുമാറാക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ കാലം അതൊക്കെ പിന്നീട് തിരുത്തുന്നതും നമ്മൾ കണ്ടു. അങ്ങനെ തീർത്തും പ്രതീകാത്മകമായിട്ടുള്ള ഒരു കഥയാണ് അയൽ രാജാവ് എന്ന കഥ. ഇത് ഒരു ക്ലാസ്സിൽ ഇത് തീരുകയില്ല, വളരെ ദീർഘമായ കഥയാണ്. ഇതിന്റെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ പറയാം.